ഹായ്, നമസ്കാരം. വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 4 കിലോമീറ്റർ മാറി 5 സെൻറ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീട്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ദൂരം ഏകദേശം 400 മീറ്റർ മാത്രമാണ്. കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ നിന്നും 5 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല. ഏകദേശം 50ഓളം വരുന്ന വില്ലകളാണ് ഇവിടെ ഉള്ളത്. കണ്ടംപററി സ്റ്റൈലിൻ്റെയും ട്രഡീഷണൽ ഡിസൈനിൻ്റെയും എലമെൻറ്റുകൾ വീടിൻ്റെ എലവേഷനിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം. വീടിൻ്റെ മുന്നിലായി വരുന്നത് 5 മീറ്റർ ഇൻ്റർലോക്ക് വിരിച്ച റോഡാണ്. കാർ പോർച്ച് എക്സ്ട്രാ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇവിടെ. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഡിസൈൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. മതിലും വളരെ മികച്ച രീതിയിൽ തന്നെ വെർട്ടിക്കൽ ഡിസൈൻ ചെയ്ത് നൽകിയിരിക്കുന്നു. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ മുറ്റത്ത് 2 വാഹനങ്ങൾ മിനിമം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോണാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും വരുന്നുണ്ട്. കിണർ വെള്ളവും KWA വാട്ടർ കണക്ഷനും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിലും GI ഷീറ്റിലുമാണ് സ്ലൈഡിംഗ് ഗേറ്റ് ഒരുക്കിയിരിക്കുന്നത്. വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകളും വീടിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം മനോഹരമായിട്ടുള്ള സിറ്റ് ഔട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. ഇതാണ് ലിവിങ് ഏരിയ. ഒരു വശത്തായിട്ട് 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് ഒരു 4 പാളി ജനലും വരുന്നുണ്ട്. 3 ഫേസ് ഇലക്ട്രിക്കൽ കണക്ഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഭിത്തിയിൽ വലിയ ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ TV യൂണിറ്റിന് നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ക്യൂരിയോസ് വയ്ക്കാവുന്ന ധാരാളം സ്പേസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ലിവിങ് സ്പേസിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇതാണ് ഡൈനിങ് സ്പേസ്. നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു വലിയ 4 പാളി ജനൽ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഭാഗം നൽകിയിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് ഈ ഭാഗം നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളും മികച്ച രീതിയിൽ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് ടേബിൾ ടോപ്പായി ഉപയോഗിച്ചിരിക്കുന്നത്. ജാഗ്വാർ എന്ന കമ്പനിയുടെ ഒരു വാഷ് ബേസിനും ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു വലിയ LED മിറർ ഇവിടെ കൊടുത്തിരിക്കുന്നു. മുകളിലേക്ക് പോകുന്നതിന് ആവശ്യമുള്ള സ്റ്റെയർ പോകുന്നത് ഇവിടെ നിന്നാണ്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. ഇതാണ് കിച്ചൺ. ഒരു ആർക്കി ഡ്രൈവ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കിച്ചൺ ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ഡിസൈനുള്ള ടൈലാണ്. നാനോവൈറ്റ് ഗ്രാനൈറ്റാണ് ഇവിടെ ടേബിൾ ടോപ്പായി ഉപയോഗിച്ചിരിക്കുന്നത്. താഴെയും മുകളിലുമായിട്ട് നമുക്ക് ധാരാളം കബോർഡുകൾ കാണാം. ഈ ഭാഗത്തും കബോർഡുകൾ ഒരുക്കിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ പോകുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത്. കോൺക്രീറ്റിൽ തന്നെയാണ് ഈ ഏരിയ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ 2 വശത്തേക്കും പോകുന്നതിനാവശ്യമായിട്ടുള്ള ഡോറ് ഇരുവശത്തുമായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. 2 ബെഡ്റൂമുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡോറുകൾ വരുന്നത്. ആദ്യം നമുക്ക് ഈ ബെഡ്റൂം നോക്കാം. ഇതാണ് ബെഡ്റൂം. ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു 3 പാളി ജനൽ ഇവിടെ വരുന്നു. ഓരോ പാളികളുള്ള 2 ജനലുകൾ ഇരുവശത്തുമായിട്ട് വരുന്നുണ്ട്. കൂടാതെ ഇവിടെ വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു. മൾട്ടിവുഡിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു വാർഡ്രോബാണ് വരുന്നത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്ക്
മികച്ച രീതിയിൽ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം എല്ലാ ബെഡ്റൂമിനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ്. ഫൈബർ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ ക്ലോസറ്റ് വരുന്ന ഈ ഭാഗത്തായിട്ടാണ്. കയറി വരുമ്പോൾ തന്നെ ഒരു സിങ്ക് വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇവിടെ ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ജനലാണ്. ഈ വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഡ്രസ്സിങ് ഏരിയ കൂടി വരുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ കാണാം. മികച്ച രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം. ഇത് ഗ്ലാസ് പാർട്ടീഷനെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ബാത്റൂമാണ്. ഇത് നോക്കുമ്പോൾ അറിയാം ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. വളരെ ഫോൾ സീലിംഗ് വർക്കും ഇവിടെ വരുന്നുണ്ട്. മുകളിൽ എക്സോസ്റ്റ് ഫാൻ്റെ ഇത് കാണാം. വെറ്റും ഡ്രൈയുമായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. ക്ലോസറ്റ് ഇവിടെയാണ് വരുന്നത്. കയറി എത്തുമ്പോൾ തന്നെ വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ്. നമുക്ക് മുകളിലത്തെ നിലയ്ക്ക് പോകാം. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. വുഡും ഗ്ലാസും ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റെയിലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയാണ്. ഇതാണ് അപ്പർ ലിവിങ് സ്പേസ്. വിശാലമായിട്ടുള്ളതാണ് അപ്പർ ലിവിങ് ഏരിയ. ഇവിടെ ഒരു പർഗോള കൊടുത്തിരിക്കുന്നതായി കാണാം. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ ഒരു പർഗോള ചെയ്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കും ഒരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പർ ലിവിങ് ഏരിയ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്കൊരു ഡബിൾ ഹൈറ്റിലുള്ള ഒരു ഏരിയ ചെയ്തിട്ടുണ്ട്. ഒരു പർഗോള കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഭാഗമാണ് ഈ ഏരിയ. ഇവിടെ TV യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് 4 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി സ്പേസുമാണുള്ളത്. നമുക്ക് ബെഡ്റൂം നോക്കാം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് മുകൾ ഭാഗത്തും ആ ബെഡ്റൂമുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ സ്പേസ് തന്നെയാണ് ബെഡ്റൂമുകൾക്ക് വരുന്നത്. 2 ജനലുകൾ ഒരു വശത്ത് വരുന്നുണ്ട്. ഒരു വലിയ വാർഡ്രോബാണ് ഒരു ഭിത്തിയിൽ നൽകിയിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ലൂവേഴ്സ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നത് കാണാം. ഇതാണ് ബാത്റൂം. ഇവിടെയും ഗ്ലാസ് പാർട്ടീഷനുകൾ ചെയ്തിട്ടുണ്ട്. വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ക്ലോസറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇത്രയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ പോകുന്നത് അടുത്ത ബെഡ്റൂമിലേക്കാണ്. അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ ഒരു ബാൽക്കണിയും കൂടി കൊടുത്തിട്ടുണ്ട്. വെർട്ടിക്കൽ ട്യൂബുകളാണ് കൊടുത്തത്. സേഫ്റ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് കാണാം. ഇതാണ് ഫോൾ സീലിംഗ് വർക്ക് ഇവിടെ വരുന്നത്. വാർഡ്രോബ് ഈ ഭാഗത്തായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണിത്. ഇവിടെയും നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ കാണാവുന്നതാണ്. ഇപ്പോൾ 3 ബാത്റൂമിൽ ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇനി യൂട്ടിലിറ്റി സ്പേസ് കൂടിയാണ് നമുക്ക് കാണാനുള്ളത്. നമ്മൾ പോകുന്ന യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇവിടെയാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. കോൺക്രീറ്റിൽ തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ ചെയ്ത് എടുത്തിരിക്കുന്നത്. മുകളിലെ ടെറസിലേക്ക് പോകുന്നതിനാവശ്യമായിട്ടുള്ള ഗോവണി വരുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് മുകളിലേക്ക് ടെറസിലേക്ക് പോകാവുന്നതാണ്.
അപ്പോൾ ഇനി ബാൽക്കണി കൂടിയാണ് നമുക്ക് കാണാനുള്ളത്. 5 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്ത് എടുത്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളുണ്ട്, ഒരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. വീട് വരുന്നത് തേവയ്ക്കൽ എന്ന സ്ഥലത്താണ്. ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം വെറും 5 കിലോമീറ്റർ മാത്രമാണ്. മെയിൻ റോഡിലേക്കൊരു 500 മീറ്റർ ദൂരം ഉണ്ടാവും. വളരെ മികച്ച റെസിഡൻഷ്യൽ ഏരിയയിൽ ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല. ഈ വില്ലയുടെ വില ആണ്, പക്ഷേ നെഗോഷ്യബിൾ ആണ്. വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.